السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدًا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاءتهم رسلنا يتوفونهم قالوا أين ما كنتم تدعون من دون الله، قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين. ألا إنما الدنيا كأحلام نائمين، وما خير عيش الله يكون بدائمين. تأمل إذا ما نلت باللمس لذتها فأفنيتها، هل أنت إلا كحالمي؟ وما الموت إلا شاهد مثل غائبه، وما الناس إلا جاهل مثل عالمي. സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണന്മാരെ, സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ മസ്ജിദ് തൗഹീദ് നമുക്ക് വേണ്ടി തുറന്നു കിട്ടിയിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ കുറച്ച് സംസാരങ്ങൾ നമ്മൾ ശ്രവിച്ചവരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്യന്തിക ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിമിതമായ സമയത്തിൽ ഒതുങ്ങി നിന്ന് ഇതിന്റെ അവസാന ഭാഷണം നിർവഹിക്കുന്നത്. നമ്മുടെ ആരും ഇവിടെ ശാശ്വതരായി ജീവിക്കാൻ കടന്നു വന്നവരല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ായ മനുഷ്യൻ അവന്റെ ഇച്ഛകളെ കൺട്രോൾ ചെയ്ത്
വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവൻ ഏറെ ബുദ്ധിമാനാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വിവരദോഷിയായ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അല്ലദീ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹിൽ ജന്ന, അവന്റെ ശരീരത്തിന്റെ ഇച്ഛകളുടെ പിന്നാലെ അവൻ യാത്ര ചെയ്യുന്നുണ്ട്, എന്നിട്ട് അള്ളാഹുവിനോട് സ്വർഗം മോഹിക്കുകയും ചെയ്യുന്നവൻ വിഡ്ഢിയാണെന്നാണ്. മരണാനന്തരമുള്ള ഒരു ജീവിതത്തിനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ ഒന്നുമല്ല, മറിച്ച് മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന ചിന്ത നമ്മളിലൂടെ കടന്നു വരാനാണ്. മരിക്കുമെന്നറിയാത്തൊരു മനുഷ്യരും നമ്മളുടെ കൂട്ടത്തിലില്ല. പക്ഷെ നമ്മളുടെ ഒക്കെ ഒരു ധാരണ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ മരിക്കില്ല എന്നുള്ളതല്ല. മറ്റൊരാളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് മതസ്ഥൻ മരിച്ചാലും, വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗം മരിച്ചാലും നമ്മൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം എന്താണ്? അത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ദുആയല്ല, നമ്മളുടെ മനസ്സിനോട് നമ്മളൊരു ഓർമ്മപ്പെടുത്തലാണ്, ഞാനും ആ റബ്ബിലേക്ക് മടങ്ങാനുള്ളതാണ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരാൾ കടന്നു വന്നു. അപ്പൊ അദ്ദേഹത്തോട് ഇബ്നു റജബുൽ ഹംബലി ചോദിക്കുന്നുണ്ട്, വയസ്സെത്രയായി? ആ മനുഷ്യൻ പറഞ്ഞു 60 വയസ്സായി. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, യാത്ര തുടങ്ങിയിട്ട് 60 വർഷമായിട്ടുണ്ടല്ലേ, താങ്കൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. നമ്മളൊക്കെ ജീവിച്ചു തീർത്തതാണ് ജീവിക്കാനുള്ളതിനേക്കാൾ കൂടുതലെന്ന സത്യം. പക്ഷെ നമുക്കൊരു ധാരണയാണ്, ഞാനിനി ഒരുപാട് കാലം ഉണ്ടാകുമെന്ന ധാരണയാണെങ്കിൽ അറിയില്ല. ഈ ധരിച്ച വസ്ത്രത്തിന്റെ ബട്ടൺ പോലും നമ്മളുടെ കൈക്കൊണ്ടാണോ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കൈക്കൊണ്ടാണോ എന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. നാളെയും ഇതുപോലൊരു സമയം കടന്നു വരുമ്പോ എത്ര പേർ ജീവനോടെന്ന് നമുക്കറിയില്ലേ. പ്രിയപ്പെട്ട ഉമ്മാന്റെ തട്ടം വിയോഗത്തിന്റെ കണ്ണുനീരാൽ കുതിർന്നു പോകുമോ എന്ന് പറയാൻ നമുക്കറിയില്ലേ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്റെ വീടിന്റെ മുറ്റത്ത് നാളെ ഒരുമിച്ച് കൂടുമെന്ന് പറയാൻ എനിക്കറിയില്ലേ. ഒന്നും പറയാൻ കഴിയില്ല. മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. നിന്റെ മക്കൾ നാളെ യതീമുകളായി മാറുമ്പോ, ഇന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്ന ഭാര്യ നാളെ അതേ മയ്യത്തിന്റെ അരികിലിരുന്ന് പൊട്ടിക്കരയുമ്പോ, ഇന്ന് ജനഹാസക്ക് വേണ്ടി അന്ത്യചുംബനം കൊടുക്കുന്ന ഭാര്യയാണെങ്കിൽ നാളെ ഇവന്റെ മരണത്തോടുകൂടെ മറ്റൊരുത്തന്റെ മണിയറയിലെ മണവാട്ടിയായി മാറുന്നുവെങ്കിൽ അത്രമേൽ അടുത്തുള്ളതാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു നമ്മളുടെ വീട്ടിലേക്ക് കാലുകൊണ്ട് നടന്നു പോകുമോ, മറ്റുള്ളവന്റെ ചുമലിലേറി പോകേണ്ടി വരുമോ എന്ന് പറയാൻ പോലും നമുക്കാർക്കും കരുത്തില്ല. ഒരു പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളിയുടെ പോലും ഗ്യാരണ്ടി പറയാൻ എന്റെയോ നിങ്ങളുടെയോ ആയുസ്സിന് കഴിയില്ല. അതിനൊരു ദിവസമോ 2 ദിവസമോ ഇരിക്കുമെന്ന് പറയാം. പക്ഷെ ഇത് വാങ്ങിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ ജീവനോടെ ഉണ്ടാകുമെന്ന് ഗ്യാരണ്ടി പറയാൻ സാധ്യമല്ലാത്തൊരു ലോകാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട, എന്ന് വിട പറഞ്ഞാലും, എന്ന് ലോകത്ത് നിന്ന് വേർപിരിയാൻ തയ്യാറായാലും നമ്മൾ എന്ത് കരുതി വെച്ചിട്ടുണ്ട്, അവിടെ രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ എന്തുണ്ട്, ആ ഒരു ചിന്തയിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കും നമ്മളുടെ വീടുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഇട്ടെറിഞ്ഞ് നമ്മൾ യാത്ര പോകും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മദീനയുടെ ബക്കയിന്റെ ഖബർസ്ഥാനിൽ വന്നു. അദ്ദേഹം തന്റെ കൂടെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ ആ ഖബർസ്ഥാനിനോട് സംസാരിക്കുന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലയോ സമ്പന്നരെ, നിങ്ങളുടെ സമ്പത്ത് ഓഹരി വെക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ മറ്റുള്ളവരെ വിവാഹം കഴിച്ചിരിക്കുന്നു. അല്ലയോ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ മറ്റുള്ളവരെ വിവാഹം കഴിച്ചിരിക്കുന്നു.
എന്നിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തിരിച്ചെന്ന് പറയാൻ, അവർക്കെങ്ങാനും സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ വിളിച്ചു പറയുന്ന സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ നേടിയെടുത്ത അമലുകളും ആർജിച്ചെടുത്ത തഖ്വയുമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അത്രേ കയ്യിലുള്ളൂ. സമാനമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതേ മദീനയുടെ ബഖീന്റെ ഖബർസ്ഥാനിലൂടെ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, യാ അയ്യതുഹൽ മഖാബിർ, അല്ലയോ ഖബർസ്ഥാൻ, കം ഫീക മിൻ ഖരീബന്റെ എത്ര അടുത്ത ബന്ധുക്കൾ നിന്നിലുണ്ട്, വകം ഫീക മിൻ ഹബീബ്, എന്റെ എത്ര പ്രിയപ്പെട്ട ആളുകൾ നിന്നിലുണ്ട്. അയ്യതുഹൽ മൗതേ, മരണമേ, മാദാ ഫഅൽതി, എന്താണ് നീ അവരെ ചെയ്തു പോയത് എന്ന്. ആ മരണം സംസാരിക്കുന്ന വാക്കെന്താണെന്നറിയുമോ? അകൽതുൽ ഐനൈൻ, അകൽതുൽ ഖദ്ദൈൻ, അവരുടെ കവിൾത്തടങ്ങളെ ഞാൻ തിന്നുപോയെന്നാണ്, അവരുടെ കണ്ണുകളെ ഞാൻ തിന്നുപോയെന്നാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലൂടെ കൊണ്ടു നടന്ന മേരിയഴകുകളില്ല, സമ്പാദ്യങ്ങളില്ല, കുടുംബ ബന്ധങ്ങളില്ല. ഒറ്റപ്പെടുന്ന നാളില് രക്ഷപ്പെടാൻ ഈ ദുനിയാവിലൂടെ എന്തൊന്ന് സ്വരൂപിക്കുന്നുവോ അത് മാത്രമാണ് ഖബറിലൂടെ ബാക്കിയുണ്ടാകുന്നത് എന്നാണ് അള്ളാന്റെ മുത്തുനബി പറയാണ്. ഒരു ജനാസയെ 3 കാര്യങ്ങൾ അനുഗമിക്കുന്നുണ്ടെങ്കിൽ അതിലെ 2 എണ്ണങ്ങൾ തിരിച്ചു പോരുമ്പോ 1 മാത്രം ഇവിടെ ബാക്കിയാവുകയാണ്. അവന്റെ കുടുംബക്കാര് തിരിച്ചു പോരുന്നുണ്ട്, അവന്റെ സമ്പത്തും മടങ്ങിപ്പോരുന്നുണ്ട്. അവന്റെ അമല് മാത്രമാണ് അവിടെ ബാക്കിയുണ്ടാകുന്നത് എന്നാണ്. അത്രയേ ഉള്ളൂ. ഒരു കുടുംബം അവിടെ നിൽക്കണില്ല, തിരിച്ചു പോരും. നമ്മളുടെ ചങ്ങരംകുളത്ത് തഖ്വ പള്ളിയിൽ ജുമാക്ക് വന്നിരുന്ന ഒരു സുഹൃത്ത്, ചെറുപ്പക്കാരനാണ്, ഷാർജയിൽ നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു മഅഫറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ജനാസ മറവ് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഷാർജയിൽ നിന്ന് മയ്യത്ത് കൊണ്ടുവന്ന ആളുകളൊക്കെ മറവ് ചെയ്തു. എല്ലാവരും പോയി. അദ്ദേഹത്തിന്റെ ചെറിയൊരു മോന് മാത്രം അവിടെ കുറച്ചേരം ഇങ്ങനെ നിന്നു. കൂടെയുള്ളവർ ആ കുട്ടീനെ വിളിച്ചപ്പോ മോന് പറഞ്ഞു, ഉമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പോയാലും അല്പനേരം ബാപ്പാന്റെ ഖബറിന്റെ അവിടെ നിന്നിട്ടേ വരാവൂന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നാ കുഞ്ഞുമ്മ പറഞ്ഞു, പക്ഷേ വിളിച്ചവരുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത്രേ പറ്റുള്ളൂ, അതിനപ്പുറത്ത് ആ ഖബറിലും നിന്ന് കൊടുക്കാൻ. എല്ലാവരും മടങ്ങിപ്പോരും. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ഒരാഴ്ച മുമ്പ് നമ്മളൊരു ന്യൂസ് കണ്ടു. അബുദാബിയിലെ വാഹനാപകടത്തിൽ 5 പേര് വിട പറഞ്ഞതിൽ അവരുടെ മേട് നമ്മളുടെ പൊന്നാനി ഭാഗത്തുള്ളൊരു സഹോദരി, ബാക്കി 4 മക്കളാണ്. ഒരു വീട്ടിലെ കൺകുളിർമയായി വളർന്നു വന്ന പൊന്നുമക്കളാണ്. ആ വ്യക്തി എനിക്കറിയില്ല, അദ്ദേഹത്തെ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, അദ്ദേഹവുമായിട്ട് ഇടപഴകിയിട്ടില്ല. പക്ഷെ നമ്മളുടെ മനസ്സൊരു നിമിഷമെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? ഭാര്യയ്ക്ക് വേണ്ടി? പ്രിയമുള്ളവരെ, നാളെ മക്കൾക്ക് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരൊക്കെ പഠിക്കാനാണ്. നോക്കണേ, ബാപ്പാന വീൽ ചെയറിലൂടെ കൊണ്ടുവരുമ്പോ സോണാപൂരിന്റെ പള്ളിയിലൂടെ മയ്യത്ത് നമസ്കരിച്ച് ഖിസൈസിന്റെ ഖബർസ്ഥാനിലൂടെ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോ വീൽ ചെയറിലൂടെ നിർവികാരനായി നിസ്സഹായനായി ഇരിക്കുന്ന സഹോദരന്റെ മുഖം ഇങ്ങനെ മനസ്സൊന്ന് പോണില്ല. ന്യൂസുകളിലൂടെ പറഞ്ഞത്, ഹോസ്പിറ്റലിലൂടെ ചികിത്സയിലൂടെ കഴിയുന്ന മാതാവിന്റെ മുമ്പിൽ 4 മക്കളുടെ ജനാസ കാണിച്ചു കൊടുത്തിട്ടാണ് പ്രിയമുള്ളവരെ ഖബർസ്ഥാനിലൂടെ കൊണ്ടുവന്നതെങ്കിൽ അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. പക്ഷെ നമ്മൾ പറഞ്ഞൊരു വാക്കില്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ
ഞങ്ങളും നിന്നിലേക്ക് മടങ്ങാനുള്ളവരാണ് അല്ലാഹ്. ഞങ്ങളും നിന്നിലേക്ക് മടങ്ങാനുള്ളവരാണ്. നമുക്കും പോവണ്ടേ? ആ ഒരു ഓർമ്മ അത് പേടിപ്പെടുത്താനല്ല, ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അക്സിറോ ദിക്റ ഹാദിമുൽ ലസ്സാത്ത്, സുഖഭോഗങ്ങളുടെ അന്തകനായ മരണത്തിന്റെ ചിന്തകളെ നിങ്ങൾ അധികരിപ്പിക്കണേ. സുഖഭോഗങ്ങളുടെ അന്തകനായ മരണത്തിന്റെ ചിന്തകളെ നിങ്ങൾ അധികരിപ്പിക്കണേ. അറിയില്ല കേട്ടോ, ഈ ആയുസ് ആരോഗ്യം തൗഫീഖൊക്കെ എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് അറിയില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ എടക്കനാടിന്റെ ഉള്ളില് നമുക്കൊരു പള്ളിവിടങ്ങനെ തുറന്നു കിട്ടുമ്പോ അവസരങ്ങളാണ്, ജമാഅത്തുകളെ നേടിയെടുക്കാനുള്ള അവസരങ്ങളാണ്. നമ്മളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലേ അറിയില്ല എത്ര നാള് ആഫിയത്തോടെ ഉണ്ടാകുമെന്ന് അറിയില്ല. ഒരുപക്ഷെ ഒരു മരണരോഗവും തമ്മില് ഒരു പരിശോധനയുടെ അകലമാണെങ്കിലോ അല്ലാഹ് പറയാൻ കഴിയില്ല. ഞാനൊക്കെ ഒരു സംഭവമാണെന്നും എനിക്കൊന്നൊന്നും സംഭവിക്കൂല എന്നൊക്കെ ഒരു അഹങ്കാരത്തിന്റെ ചിന്ത നമ്മളുടെ മനസ്സിൽ കടന്നു വരുന്നുവെങ്കിൽ ഒരിക്കലെങ്കിലും RCCയുടെ അകത്തളങ്ങളിൽ ഒന്ന് കടന്നുപോയാൽ അതോടവസാനിക്കും. ഉമ്മാടെ കയ്യിൽ പുഴുതിളക്കുന്ന പോലെ തിളക്കുന്ന മക്കള് ഒന്ന് വിട്ടുകൊടുക്കുമ്പോ തല പോയി ചുമരിലടിച്ച് ബ്രെയിൻ ട്യൂമർ വന്ന വേദന സഹിക്കാൻ കഴിയാതെ പടയുന്ന മക്കളുണ്ടെങ്കിൽ നമുക്കറിയില്ല. പക്ഷെ അല്ലാഹുവേ, നിസ്കാരത്തിലൊക്കെ 17 5 വക്തിലും നമ്മള് 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തങ്ങളിലൊക്കെ അല്ലാഹുവിനോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, വആഫിനി, ആരോഗ്യം തരണേ അല്ലാഹ്, രോഗം തരല്ലേ അല്ലാഹ്, ആരോഗ്യം ആഫിയത്ത് തരണേ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവർ, അറിയില്ല. പക്ഷേ എപ്പോ മരിച്ചാലും പത്തരമാറ്റ ഈമാനിന്റെ റൂഹായി തിരിച്ചു പോകാൻ പതിവ് പോലെ ലോകത്തിന്റെ പ്രവാചകന്റെ ക്ലാസ് നടക്കുകയാണ്. സാധാരണ നടക്കാറുള്ള പോലെ മസ്ജിദുൻ നബവിയിലല്ല, പദവിന് വിപരീതമായി ബഖീഇന്റെ ഖബർസ്ഥാനിൽ ഒരു സഹാബിയുടെ ജനാസ കൊണ്ടുവന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ ശരിയായിട്ടില്ല, മയ്യത്ത് കൊണ്ടുവന്ന ഖബറിന്റെ ഓരോരത്തിറക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള കമ്പ് കൊണ്ട് നിലത്തിങ്ങനെ കോറി വരക്കുകയാണ്. അള്ളാന്റെ റസൂലിന് എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയ സഹാബ പ്രവാചകന്റെ ചുണ്ടിലേക്ക് അവർ ഇങ്ങനെ കാതോർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നു, സദസ്സ് നിശബ്ദമാണ്, ഞങ്ങളുടെ തലകളിൽ ഒരു പക്ഷി വന്നിരുന്നാൽ അത് പുറന്നു പോകാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധയോടെ ഞങ്ങൾ കാതോർക്കുമോ അതുപോലെ ഞങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു തന്നു, അല്ലയോ സഹാബ, നിങ്ങളറിയുമോ സഹാബാക്കളെ, ഒരു സത്യവിശ്വാസിയുടെ റൂഹിനെ എങ്ങനെയാ റബ്ബിന്റെ മലായിക്കത്തുകൾ കൊണ്ടുപോകുക എന്ന് നിങ്ങൾക്കറിയുമോ? അവിടെ കടന്നു വരുന്ന മലായിക്കത്തിന്റെ പ്രത്യേകത ബീദുൽ വുജൂഹ്, പ്രശോഭിതരായ മുഖത്തിന്റെ ഉടമകളായവർ കടന്നു വരുമ്പോ അവരുടെ കൈകളിലുള്ളത് ഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗീയമായ സുഗന്ധങ്ങളാണ്, പരിമളങ്ങളാണ്. സമാധാനമടങ്ങുന്ന ആത്മാവേ എന്ന അഭിസംബോധനം ചെയ്തവരുടെ റൂഹിനെ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഒരു കോജയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോ അതിന്റെ ദ്വാരത്തിലൂടെ എത്ര ലോലമായി ലളിതമായി വെള്ളമൊഴുകുന്നുവോ അത്രയും ലളിതമായിട്ടാണ് അവരുടെ റൂഹ് പിടിച്ചെടുക്കുന്നതെങ്കിൽ, അള്ളാന്റെ ആയത്ത് കളവാക്കിയതായ ആളുകളുണ്ടെങ്കിൽ, നരകാവകാശികളായ ആളുകളുണ്ടെങ്കിൽ, അവരുടെ റൂഹ് പിടിക്കാനായി കടന്നു വരുന്ന മലായിക്കത്തിന്റെ പ്രത്യേകത സൂദുൽ വുജൂഹ്, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന കറുത്തിരുണ്ട മുഖത്തിന്റെ ഉടമകളായവർ കടന്നു വരുമ്പോ അവരുടെ റൂഹിനെ പിടിച്ചു പറിക്കുന്ന അവസ്ഥ എങ്ങനെയാ? മലായിക്കത്തുകൾ മനുഷ്യനെ ആവരണം ചെയ്യുന്നുണ്ട്. മലക്കുൽ മൗത്ത് തലഭാഗത്തിരിക്കുന്നുണ്ട്. റൂഹിനോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുമ്പോ ഒരു കുറ്റവാളി വീടിന്റെ അകത്തളങ്ങളിലൂടെ ഒളിക്കുന്നത് പോലെ റൂഹ് ശരീരത്തിലൂടെ ഒളിക്കുകയാ. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഉമറാത്തിൽ മൗത്ത്, അക്രമികളായ ആളുകളുടെ മരണത്തിന്റെ രംഗം
രംഗമൊന്ന് കാണേണ്ടത് തന്നെയാണ്. വൽമലായികത്തു ബാസിതു ഐദീഹു, മലക്കുകൾ അവരുടെ കരങ്ങൾ ഇങ്ങനെ നീട്ടുകയാ, അടിച്ചെടുക്കുന്നുണ്ട് അവരുടെ റൂഹിനെങ്കിലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, നനഞ്ഞതായ പഞ്ഞിക്കെട്ടില് കുടുങ്ങിയതായ ഇരുമ്പിന്റെ കുടത്തിനെ പിടിച്ചു പറിക്കുന്ന ഗൗരവത്തോടുകൂടെ അവരുടെ റൂഹിനെ പിടിച്ചു പറിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വേദന സഹിക്കാൻ കഴിയില്ല, ആ വേദന സഹിക്കാൻ കഴിയുന്നതല്ല. പ്രിയമുള്ളവരെ, മരണത്തിന്റെ വേദന കഠിനമാണ്. ഈ പറയുന്ന ഞാനാവട്ടെ നിങ്ങളാവട്ടെ ജീവിതത്തിലൂടെ അനുഭവിക്കേണ്ടി വരുന്ന രംഗങ്ങളിലോ അല്ലാഹുവിന്റെ മുത്തുനബി പറയാ, വിശുദ്ധ ഖുർആനിലൂടെ ആയത്തിലൂടെ കാണാൻ നരകാവകാശികളായ മനുഷ്യരാണെങ്കിലോ ഖുർആൻ പറഞ്ഞില്ല, കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കല്ലാ വേണ്ടടോ, ഇദാ ബലഅതി തറാഖിയ, റൂഹ് വന്ന് തൊണ്ടക്കുഴിയിലൂടെ കുരുങ്ങുമ്പോ വഖീല മൻ റാഖ്, ഇനി വൈദ്യം നടത്താൻ ആരുണ്ട്, ചികിത്സ നടത്താൻ ആരുണ്ട്, ലോകത്തോട് വിട പറയുന്ന രംഗമാണ്. എങ്ങനെയെങ്കിലും ഈ ദുനിയാവിലൊന്ന് പിടിച്ചു നിൽക്കാൻ ഏതെങ്കിലും ഒരു വൈദ്യനെ കൊണ്ട്, ഡോക്ടറെ കൊണ്ട്, ചികിത്സകനെ കൊണ്ട് സാധ്യമാകുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ബോധ്യമാവുന്നുണ്ട്, അവരുടെ വേർപാടിന്റെ സമയമാണെന്നവരെ മനസ്സിലാക്കുമ്പോ, മരണമെന്ന സത്യത്തിന്റെ മുമ്പിലാണെന്ന് തിരിച്ചറിയുമ്പോ വേദന സഹിക്കാൻ വയ്യ. അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. വേദന കഠിനമാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്ന് റബ്ബിലേക്ക് മടക്കപ്പെടുന്ന രംഗമാണെങ്കിലോ സഹിക്കാൻ പറ്റുമോ, സഹിക്കാൻ കഴിയുമോ? മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, പ്രിയമുള്ളവരെ, സ്വഹാബിയില്ലയോ, മരണത്തിന്റെ വേളയിൽ അദ്ദേഹത്തിന്റെ മകൻ തന്നെ ചോദിക്കുന്നുണ്ട്, വാപ്പാ നിങ്ങളല്ലേ പറയാറുള്ളത് ഒരാളുടെ മരണത്തിന്റെ രംഗമൊന്ന് വിശദീകരിച്ചു തരാൻ കഴിയുന്ന തന്റെ ഇടമുള്ള ഒരാളെ കണ്ടിരുന്നെങ്കിലെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരാറില്ലയോ? അങ്ങ് ഇപ്പോൾ മരണത്തിന്റെ അവസ്ഥയിലാണല്ലോ പിതാവേ എന്ന് ചോദിക്കുമ്പോ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ, ഒരു മൂലയിലൂടെ ചുരുട്ടിക്കൂട്ടിയതുപോലെ കാൽപാദത്തിന്റെ അടിയിലൂടെ മുള്ളിന്റെ കൊളുത്തുകൾ കൊണ്ടുവന്നിട്ട് തലച്ചോറ് വരെ കൊളുത്തി വലിക്കുന്ന രീതികളിലൂടെ അസഹനീയമായ വേദന അനുഭവിക്കുന്നുണ്ട് മോനെ. തുന്നുന്ന സൂതിയുടെ ദ്വാരത്തിലൂടെ ശ്വാസം എടുക്കുന്നതിനേക്കാളും പ്രയാസമാ എന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, എന്തിനേറെ ലോകത്തിന്റെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോ അവിടുന്ന് പ്രവാചകൻ വേദനയുടെ കാഠിന്യം കൊണ്ട് കൈകാലുകൾ എങ്ങനെ നീട്ടുകയും മടക്കുകയും ചെയ്യുന്നുണ്ട്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിലൂടെ കൈമുക്കിയിട്ടോ റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ നെറ്റിത്തടം വല്ലാതെ വിയർക്കുന്ന രംഗങ്ങളിലൂടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ കരളിന്റെ കഷ്ണമല്ലേ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നുണ്ട്, വാ കർബാബാ, എന്റെ ബാപ്പാക്കെന്തൊരു വേദനയാ. മരണത്തിന്റെ രംഗം കണ്ടുകൊണ്ട് അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയേ വേദനിക്കുന്നോ നബിയേ?
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അലമു തുആമുല്ലദീ അകൽതു ഫീ ഖൈബറ, പണ്ട് ഖൈബറിന്റെ മണ്ണില് ദൂതശ്രീ എന്ന വിഷത്തിന്റെ ഭക്ഷണമില്ലയോ, അതിന്റെ വേദന പോലും ഞാനിപ്പോ അറിയുന്നുണ്ട്. ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ, സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ മുത്തനബി പറയുമ്പോ, പ്രിയമുള്ളവരെ, ആ വേദന അത്രമേൽ കഠിനമാണെങ്കിൽ പച്ചയായ ശരീരങ്ങളിലൂടെ ആയിരം വരുന്ന കത്രികകളെ കൊണ്ട് വെട്ടിമുറിക്കുന്നതിനേക്കാളും വേദനയുണ്ട് മരണത്തിനെന്നുണ്ടെങ്കിലോ. പിന്നെ എവിടെയാണ് വിശ്വാസികൾക്ക് സമാധാനമെന്നറിയുമോ? അല്ലാഹുവിന്റെ മുത്തനബി പറഞ്ഞില്ലേ, ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോളെ. അവിടെ ഒരു സമാധാനമാണ്. എല്ലാം മറക്കുന്ന രംഗമാണെങ്കിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. വാകർബാ വാഹുസനാ, ഞങ്ങളുടെ സങ്കടമേ, ഞങ്ങളുടെ പ്രയാസമേ എന്ന് പറയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു വേദനക്കടയിലും പറഞ്ഞൊരു വാക്കുണ്ട്, വാ ഫർഹാ, എന്റെ സന്തോഷമേ, എന്റെ ആനന്ദമേ, ഹബീബി മുഹമ്മദാ, നാളെ എനിക്ക് എന്റെ മുത്തുനബീനെ കാണാലോ, നാളെ എനിക്ക് എന്റെ റസൂലുള്ളാഹിനെ കാണാൻ സാധിക്കുമല്ലോ, വഹിസബ അവിടുത്തെ സന്തത സഹചാരികളെ കാണാൻ കഴിയുമല്ലോ എന്ന സന്തോഷമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ, ആ മരണത്തിന്റെ വേദനയിലും ഒരാശ്വാസം ലഭിക്കുന്ന മേഖല അവിടെയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന രംഗം മരണമാണ്. ഇവിടെ നമുക്ക് പലരുണ്ട്, പക്ഷെ മരണം മുതൽ ഒറ്റക്കാണ്. റൂഹ് പിടിക്കുന്ന രംഗം, ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണുനട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടി കിടക്കുമ്പോഴും ഓർത്തിട്ടുണ്ടോ? ആരും അറിയണില്ല നമ്മൾ അനുഭവിക്കുന്ന വേദന. സ്വാന്തനം നൽകാൻ ആരുമില്ല. വീട്ടിന്ന് മയ്യത്തിറക്കുമ്പോ ഭാര്യ കറിയൂലേ, എനിക്കിനി ആരാ, എനിക്കിനി ആരാ? എന്റെ പെങ്ങളെ, നിനക്ക് നിന്റെ ബാപ്പയുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പക്ഷെ ആ പോകുന്ന മനുഷ്യന് ഇനി ആരാ? നടന്നു നീങ്ങുന്ന ജനസഞ്ചയത്തില് അങ്ങേ തലക്കല് ആടിയുലയുന്ന മയ്യത്തു കട്ടിലിൽ എന്റെ മയ്യത്താണെങ്കിലോ അല്ലാ. എടക്കനാടിന് മസ്ജിദ് തൗഹീദിന്റെ ഉദ്ഘാടനത്തിലൂടെ വന്നിരിക്കുന്നവരോട്, ഓൺലൈനിലൂടെ ശബ്ദം ശ്രവിക്കുന്നവരോട് ഇനി കേൾക്കേണ്ടത് ഏതെങ്കിലും ഒരാളുടെ മരണമെന്നില്ല, എന്റെ മയ്യത്താണ് കൊണ്ടുപോകുന്നതെങ്കിലോ അല്ലാ. മയ്യത്ത് കട്ടിലിലൂടെ മയ്യത്തെ വിലപിക്കുമെന്നാണ് കൂടെ കിടക്കുന്നവരോ തോളത്തേറ്റിയവരോ ആരും കേൾക്കണില്ല. മയ്യത്തിന്റെ നിലവിളി കേൾക്കണില്ല. സ്വർഗാവകാശി കൊണ്ടുപോകണേ എന്ന് പറയുമ്പോ നരകാവകാശി കരയനുണ്ട്. യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, ഇതിന്റെ നാശമേ, ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ പൊന്നുമക്കളുണ്ടോ? വാപ്പാക്ക് സാന്ത്വനം കൊടുക്കാൻ കഴിയൂല. നമ്മൾ കേൾക്കുമ്പോഴേ ഏതോ ഒരു നാളിൽ വരാനിരിക്കുന്നതെന്ന് ചിന്തിക്കണ്ട. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് ഒരാൾ വന്നിട്ട് പറഞ്ഞില്ല, ഉമറേ, എന്റെ പെൺകുട്ടികൾക്ക് ധരിക്കാനുള്ള വസ്ത്രമില്ല, എന്റെ ഉമ്മാക്ക് ധരിക്കാനുള്ള വസ്ത്രമില്ല. യാ ഉമറുൽ ഖൈരി ജുസീതൽ ജന്നാ ഉക്സുബനിയാതി വ ഉമ്മാഹുന്നാ.
എന്റെ ഉമ്മാക്ക് ധരിക്കാനുള്ള വസ്ത്രമില്ല, എന്റെ പെൺകുട്ടികൾക്ക് ധരിക്കാനുള്ള വസ്ത്രമില്ല, അതുകൊണ്ട് കുറച്ച് വസ്ത്രം തന്നുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ തമാശക്കൊന്ന് പറയുകയാണ്, നിനക്ക് ഞാൻ വസ്ത്രം തരുന്നില്ലെങ്കിലോ? അവിടുന്ന് പറയാടാ, മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണ്? അഖ്സംതു ബില്ലാഹി ലതഫഅലന്ന ഇദൻ നബാഹ ഫസിൽ അദ്ഹാബന്ന. അല്ലയോ അബൂ ഹഫ്സായ ഉമർ, അല്ലാഹു സത്യം ഉമറേ, നിന്റെ കയ്യിൽ വസ്ത്രം വെച്ചിട്ടാണ് ഞങ്ങൾക്ക് തരാതിരിക്കുന്നതെങ്കിലോ രണ്ടാമതൊന്ന് ചോദിക്കാൻ നിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കൂല, ഞങ്ങൾ തിരിച്ചു പോകുമെന്നാൽ ഒരു നാള് നിന്റെ മുമ്പിലൂടെ കടന്നു വരാനുണ്ട്. ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്നാ, ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അതല്ലെങ്കിൽ നരകത്തിലേക്ക് മടക്കപ്പെടുന്ന ദിവസമുണ്ടെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് പറയാണ്, നിന്റെ നാവ് കൊണ്ട് നരകമെന്ന് പറയല്ലേ. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നരകത്തിനെ പേടിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഈ സമയം നമുക്കുള്ളതാണെങ്കിൽ അടുത്ത സെക്കൻഡ് അല്ലാഹുവിന്റെ കയ്യിലാ. പൂർണ്ണമായി ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിലൂടെ കൊണ്ടുപോയി ഖബറിന്റെ ഇരുട്ടറകളിലൂടെ ഇറക്കി വെക്കുമ്പോ കളവ് പറയാത്ത മുത്ത് വീണ്ടും ആവർത്തിച്ചത്, ഖബറ് വല്ലാതെ വല്ലാതെ മനുഷ്യനെ ഇടുക്കിക്കളയുമെന്നാ. ഖബറ് വല്ലാതെ ഇടുക്കുന്നുണ്ട്, ഒരാൾക്കും രക്ഷപ്പെടാനില്ല. ഒരു കുട്ടി പോലും വലാ സബിയിൻ, ഒരു കുട്ടി പോലും രക്ഷപ്പെടൂല. പ്രിയമുള്ളവരെ, ബദറിലെ ഉഹുദിലെ ഖന്തഖ് യുദ്ധത്തില് പങ്കെടുത്ത മാത്രമല്ല ബനൂ അശ്ശൽ ഗോത്രത്തെ മുഴുവനായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോഴാണ് ഇഹ്തസ്സൽ അർശു, അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ്. അങ്ങനെയുള്ള സ്വഹാബിയുടെ ജനാസ ഖബറിലൂടെ ഇറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബറ് വല്ലാതെ ഇടുക്കി കളഞ്ഞു എന്ന് ലോകത്തിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നുമ്മാന്റെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ ഖബറിനോട് പറയാൻ പറ്റോ, ഖബറേ ഇടുക്കല്ലേ, ഖബറേന്ന് പറയാൻ സാധ്യമല്ല. എന്തിനേറെ ഇന്നലെ വരെ വീടിന്റെ മുറ്റത്തോട് നടന്ന് കളിച്ചിരുന്ന 3ഉം 4ഉം വയസ്സായ പിഞ്ചോമന മക്കളുടെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ എന്റെ പൊന്നുമോനാ, വടിയെടുക്കുമ്പോ കരയുന്ന മോനാ, ഇടുക്കല്ലേ ഖബറേന്ന് പറയാൻ സാധ്യമല്ല, അതറിയാനും സാധ്യമല്ല. അതുവരെ പലരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നങ്ങോട്ടുള്ള നിമിഷങ്ങളില് പൂർണ്ണമായും നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ ഓർത്തു നോക്കേ പ്രിയമുള്ളവരെ, ആ ഖബറിലിട്ട് മറമാടിയ ആളുകളൊക്കെ തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മൾ മാത്രം ആ ഖബറിലൂടെ ബാക്കിയാകുമെന്നാണ്. നോക്ക് നിങ്ങള്, എല്ലാവരും വിട പറയുകയാണ്. വിട പറയുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദമില്ലയോ? അല്ലാഹു മയ്യത്തിനോട് കേൾപ്പിച്ചു കൊടുക്കുമെന്നാണ്. എന്നെ ഒറ്റക്കാക്കി എല്ലാവരും വിട പറയുകയാണ്. എന്നെ ഒറ്റക്കാക്കി എല്ലാവരും വിട പറയുകയാണ്. മേടക്ക് പകരം മളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതലും പുഴുക്കൽ തവളം പെരുച്ചുണ്ടതിൽ സന്തോഷമാണ് പകൽക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ചിതലും പുഴുക്കളും ശരീരത്തിലൂടെ മുഴം വെച്ച് നീങ്ങുന്നുവെങ്കിലോ പ്രിയമുള്ളവരെ, കോട്ടകൊട്ടാരങ്ങൾക്ക് പകരം ആറടി മണ്ണ. റബ്ബി അതിൽ കിടക്കേണ്ടത് സമാന. ഒരുപാട് കാലം അതിലൂടെ കഴിയേണ്ടവരാണെങ്കിലോ അവിടെ മലായിക്കത്തിന്റെ ചോദ്യമുണ്ട്.
ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ എന്റെ റബ്ബ് അള്ളയാണെന്ന് മറുപടി പറയണമെങ്കിൽ ഈ പള്ളിയുടെ പേര് പറഞ്ഞതുപോലെ തൗഹീദ് മുറുകെ പിടിക്കണം. ഇവിടെ ഒരു പള്ളി തൗഹീദിന് വേണ്ടി കെട്ടിയിട്ടുണ്ടെങ്കിൽ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണം. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ആ ഹൃദയമാകുന്ന പള്ളിയില് അള്ളാന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ ദുആ ചെയ്യല്ലേ. കണ്ടോ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികളൊക്കെ അല്ലാഹുള്ളതാണ്. അള്ളാന്റെ കൂടെ മാറ്റിവെച്ചിട്ടെന്ന് പറഞ്ഞില്ല. അള്ളാന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ ദുആ ചെയ്യല്ലേ. അത് ഹൃദയത്തിൽ ഒരു പള്ളി സ്ഥാപിക്കാൻ അവന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, എന്റെ റബ്ബ് അല്ലാഹുവാണ്. കഴിയില്ലല്ലാത്തവന്. ദീനിനെ പറ്റി ചോദിക്കുമ്പോ പറയണേ ദീനിയൽ ഇസ്ലാം, അള്ളാന്റെ ദീനെ മുറുകെ പിടിച്ചവന് മാത്രമാണ്, ദീനിന്റെ ശരീഅത്തുകളെ മുറുകെ പിടിച്ചവന് മാത്രമാണ് അവന്റെ ഇച്ഛകളുടെ പിന്നാലെ മുഴുവനും ഓടുന്നവരെ പറയാൻ കഴിയില്ല. മൂന്നാമതായി അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റിയുള്ള ചോദ്യമുണ്ട്. നിന്റെ ഇൽമ് എന്താണ്? ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വതസദ്ദഖ്തു. അല്ലാഹുവേ നിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചവനാണല്ലോ, അതിനെ ഞാൻ വിശ്വസിച്ചവനാണല്ലോ, അതിനെ ഞാൻ സത്യപ്പെടുത്തിയവനാണല്ലോ. മറുപടി പറയണോ? അല്ലാഹുവിന്റെ ഖുർആനിനെ ചേർത്ത് പിടിക്കണേ. നാലാമതായി ലോകത്തിന്റെ പ്രവാചകനെ കാണിച്ചുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ വിശ്വാസി പറയേണ്ടത് അതെന്റെ നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയണേ. കഴിഞ്ഞാലേ സ്വർഗത്തിന്റെ അനുഭൂതികളായി ഖബർ മാറണുള്ളൂ, ഖബറിനെ വിശാലമാക്കുന്നുള്ളൂ, ഖബറിലൂടെ സ്വർഗത്തിന്റെ വസ്ത്രവും വിരിപ്പും കൊടുക്കുന്നുള്ളൂ. ആ മനുഷ്യൻ തന്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ മോഹിക്കുന്നുണ്ടെങ്കിലോ എന്നാൽ അതിന് ഉത്തരം പറയാൻ കഴിയാതെ അറിയോല എന്ന് ഫലപിക്കുന്നവരോട് ഇരുമ്പിന്റെ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവരുടെ രണ്ട് കാതുകൾക്കും മധ്യത്തിലോടാടിക്കുമ്പോ അവർ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാ. ആ ആയുധത്തിന്റെ കനമറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ടൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിലോ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാർ കനമുള്ള ആയുധമാ. മാത്രമല്ല ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്കുകൾ പറയുന്നുണ്ട്, അൽബിസൂഹു ബിന്നാർ അഫ്രിഷൂഹു ബിന്നാർ, നരകത്തിന്റെ വിരിപ്പിനെ കൊടുത്തോ, നരകത്തിന്റെ വസ്ത്രം കൊടുത്തോ, നരകത്തിന്റെ കവാരം അവരുടെ ഖബറിലേക്ക് നിങ്ങൾ തുറന്നിട്ട് കൊടുത്തോ. എല്ലാവിധ നരകീയമായ അദാബുകൾ ഇങ്ങനെ കാണുമ്പോ ഈ മനുഷ്യന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബി ലാ തുഖ്മിസാ, ഖിയാമത്ത് നാൾ വരില്ല അല്ലാഹ്, ഖിയാമത്ത് നാൾ ഒരിക്കലും സംഭവിക്കില്ല അല്ലാഹ്. പ്രിയമുള്ളവരെ, ഖബർ വല്ലാതെ ഇടുക്കിക്കളയുമെന്നാണ് പേടിപ്പെടുത്തുന്നൊരു രൂപം അവന്റെ ഖബറിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ടോ. വല്ലാത്ത ഭയാനകതയാണെങ്കിലോ ഈ സമയത്താണ് തീരുമാനിക്കാനുള്ളത്, ഈ സമയത്താണ് പ്രതിജ്ഞാബദ്ധരായി മാറേണ്ടത്. എന്റെ ഖബർ വിജയിക്കണോ? മരണമെന്ന യാഥാർത്ഥ്യം എന്നിലൂടെ കടന്നു വരുന്നതിന് മുമ്പൊന്ന് തീരുമാനിക്കാനാണ്. പ്രിയമുള്ളവരെ, ഒന്നുകൂടെ മനസ്സിലാക്കണേ നിങ്ങള്. 90 പിന്നിട്ടവരുണ്ടോ? 100 കൊല്ലം ഈ ദുനിയാവിലൂടെ ജീവിച്ചവരുണ്ടോ? വിലപിക്കുന്നുണ്ടേ, കരയുന്നുണ്ടേ. മരണത്തിന്റെ രംഗങ്ങളിലൂടെ ദുനിയാവിലേക്കൊന്ന് തിരിച്ചു തരുമോ അല്ലാ? ഒരു വർഷത്തിന്റെ ആയുസ് ചോദിക്കണില്ല, ഒരു മാസത്തിന്റെ ആയുസ് ചോദിക്കണില്ല, ഒരൽപ്പസമയം ഞങ്ങൾക്കൊന്ന് തരുമോ? 23-ാം അധ്യായത്തിന്റെ 99-100 ആയത്തുകളിലൂടെ
ഈ ലോകത്തോട് വിട പറയുമ്പോ ചില ആളുകൾ പറയുന്നുണ്ട്, റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ അല്ലാഹ്, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഇതുവരെ ചെയ്യാതെ വിട്ടേച്ചു പോയ അമലുകളൊക്കെ ചെയ്തോളാം അല്ലാഹ്. അല്ലാഹുവോട് പറയുന്നുണ്ട്, കെഞ്ചി പറയുന്നുണ്ട്. പക്ഷേ അല്ലാഹ് മലക്കുകളോട് പറയുന്നുണ്ട്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അവൻ വെറുതെ പറയുന്നൊരു വർത്തമാനം മാത്രമാണത്. അവന്റെ പിന്നിലുള്ളത് മറയുടെ ജീവിതമാണ്, ഖബറിന്റെ ജീവിതമാ. സൂറത്ത് മുനാഫിഖൂനിലും ഈ വിഷയം ആവർത്തിക്കുന്നുണ്ട്. ആഖിറത്തിലൂടെ കടന്നു വരുമ്പോ അവിടെയും കരഞ്ഞു നോക്കുന്നുണ്ട്, അല്ലാഹു മടക്കി വിടുന്നില്ല. അവിടെ ഇതാ നന്മ തിന്മ ചെയ്ത ഗ്രന്ഥങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയത് കൊടുക്കുമ്പോ അവിടെയും കരഞ്ഞു നോക്കുന്നുണ്ട്, അല്ലാഹു മടക്കണില്ല. എത്രത്തോളം എന്നറിയുമോ? വലൗ തറാ ഇതിൽ മുസ്ലിമൂന നാകിസൂ റഊസിഹിം ഇൻദ റബ്ബിഹിം, കുറ്റവാളികൾ അവരുടെ തലകൾ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. ദുനിയാവിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുമ്പോ മിന്നിമായുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിലൂടെ തലകുനിക്കുന്ന പോലെയല്ല. അഗ്ലാലു ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ, പിരടി മുതൽ നെരിയാണി വരെ ചെങ്ങലകളാൽ ബന്ധിച്ചവരാൾ അവര് പറയുന്നുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ, അല്ലാഹുവേ ഞങ്ങൾ കണ്ടു അല്ലാഹ്. സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങൾ കണ്ടു അല്ലാഹ്. കൊട്ടാരങ്ങളൊക്കെ തീപ്പൊരികൾ പാറുന്നത് ഞങ്ങൾ കണ്ടു അല്ലാഹ്. നരകത്തിന്റെ ഭയവിഹുലമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടുപോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫർജിനാ, ഞങ്ങളെ ഒന്ന് മടക്കി തരികയാണെങ്കിൽ നഅമൽ സാലിഹാ, നല്ലതുപോലെ പ്രവർത്തിച്ചോളാമല്ലാ, നല്ലതുപോലെ അമൽ ചെയ്തോളാമല്ലാ. പ്രിയമുള്ളവരെ, നാളെയുടെ പുലരിക്ക്, നാളെയുടെ സുബഹിന് ഈ മസ്ജിദ് തൗഹീദിൽ നിന്ന് നമസ്കാരത്തിലേക്ക് ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ് എന്ന വിളി വരുന്ന സന്ദർഭങ്ങളിലൂടെ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവര്, ഇനിയും ആയുസ്സുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി മാറ്റിവെച്ചവരുണ്ടെങ്കിലോ അല്ലാഹുവോട് പറയുന്നുണ്ടല്ലോ, ഒരൽപ്പ സമയം ആയുസ്സിലൂടെ തന്നാൽ പോര്, ഞങ്ങൾ നന്നായി കോളാമല്ലാ. തീർച്ചയായും ഞങ്ങൾ ദൃഢവിശ്വാസികളായിക്കൊള്ളാം, ഉറപ്പായുമല്ലാ, ഉറപ്പായുമല്ലാ എന്ന് റബ്ബിനോട് കഞ്ചി പറയുമ്പോ അല്ലാഹ് പറയാണ്, നരകത്ത് നിറക്കുമെന്നുള്ളതിന്റെ വാഗ്ദത്തമാണെങ്കിൽ ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നീ മറന്നതല്ലയോ? അല്ലാഹുവിന്റെ മുൻപിൽ പച്ചപുച്ചമടക്കി നിൽക്കേണ്ടി വരുമെന്നുള്ളതിനെ നീ മറന്നതല്ലയോ? ഹിസാബ് ഉണ്ടാകുമെന്ന് നീ മറന്നതല്ലയോ? അതുകൊണ്ട് അല്ലാഹ് പറയണ വാക്കുണ്ട്, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുകയാ, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, കരഞ്ഞു നോക്കുന്നുണ്ട്. നരകത്തിന്റെ മുന്നിൽ ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ചു കൊണ്ടുവന്ന നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോ അടുത്ത നിമിഷം നരകമാണെന്ന് ബോധ്യപ്പെടുമ്പോഴും കരയുന്നുണ്ടല്ലോ. മടക്കിച്ചരോ, മടക്കിച്ചരോ, ഒരൽപ്പസമയം തരോ. അല്ലാഹ് തരൂല്ല കേട്ടോ, അല്ലാഹ് തരില്ല. പക്ഷെ ദുനിയാവ് അല്ലാഹ് തന്നില്ലേ, പ്രമാണങ്ങളിലൂടെ പറഞ്ഞില്ലേ, ഇന്നത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ഒരു മാറ്റത്തിന്റെ തീരുമാനമെടുക്കാനാണ്, മാറ്റത്തിന്റെ തീരുമാനമെടുക്കാനാണ്. പ്രിയമുള്ളവരെ, ഈ ജീവിതം മുഴുവൻ കൊണ്ടുപോയി വെക്കും പരലോകത്ത് അള്ളാന്റെ മുമ്പിൽ. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സംസാരത്തിന്റെ സമാപനം കുറിക്കും. മുഴുവൻ കൊണ്ടുപോയി വെക്കും, ഒരാളും രക്ഷപ്പെടുന്നില്ല. എന്തെല്ലാം അനുഗ്രഹമുണ്ടോ അതൊക്കെ അള്ളാഹു ചോദിക്കും. അതിനോടൊരു ഭയം വേണ്ടേ? ഭയം വേണ്ടേ? നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പരാജയ. നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യമായി വന്നു നിൽക്കുന്ന സിറാത്ത് പാലത്തിലൂടെ, കണ്ണിമ വെട്ടുന്ന വേഗത്തിലൂടെ, പ്രകാശ വേഗതകളിലൂടെ ആദ്യമായി കടന്നുപോയ ലോകത്തിന്റെ മുത്തില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടുള്ള മഹബ്ബത്താണ്,
പാലം കടന്ന് അവിടെ നിൽക്കുന്നുണ്ട് മുത്തുനബി. യാ റബ്ബി സല്ലിം, അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ രക്ഷിക്കല്ലാ, എന്റെ ഉമ്മത്തിനെ രക്ഷിക്കല്ലാ. ഹരീസുൻ അലൈക്കും, നമ്മളോട് അത്യാഗ്രഹമുള്ള നബിയാണ്. ആ സ്നേഹമല്ലേ പറഞ്ഞത്. ലോകത്തോട് വിട പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുണ്ട്, പ്രിയപ്പെട്ട ഭാര്യമാരുണ്ട്, അളിയനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുണ്ട്. പ്രവാചകന്റെ ചുണ്ടുകൾ ചലിക്കുമ്പോ ആയിഷ ഫാത്തിമ എവിടെ എന്ന് വിളിച്ചില്ല. ഹസനെ ഹുസൈനെ എന്റെ കവിളുകളിൽ ഒരു ചുംബനം തരുമെന്ന് പറഞ്ഞില്ല. അവസാനമായി അല്ലാഹുവിന്റെ മുത്തുനബി വിളിച്ചതാരെയെന്നറിയുമോ? ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മെപ്പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്ത് വിളിക്കാട് ഉമ്മത്തി ഉമ്മത്തി അസ്സലാ അസ്സലാ, എന്റെ സമുദായങ്ങളെ നിസ്കാരത്തിന്റെ കാര്യമൊന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അനുസരിക്കണുണ്ടോ? ഒരു ജമാഅത്തും വിടാതെ പിന്തുടരാനാണ് ഈ പള്ളി. മനസ്സിങ്ങനെ ആകർഷിച്ചു വലിക്കണം. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ആദ്യമായി കടക്കണ മുത്തുനബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹ് എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരോ? നബി, ഖുർആൻ ഇറങ്ങിയത് അങ്ങേക്ക്, അങ്ങനെയുള്ള താങ്കൾക്ക് ഞാൻ ഓതിത്തരണോ? മറ്റൊരാളിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ്. അദ്ദേഹം പറയും, ഓതി ഓതി ഇതുവരെ എത്തിയപ്പോ വല്ലാത്ത തേങ്ങൽ കേട്ടുകൊണ്ട് എന്റെ തല ഞാൻ ഉയർത്തി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങ. കരഞ്ഞിട്ട് പറഞ്ഞു, നിർത്തണേ അബ്ദുല്ലാഹ്. ഏതായത്? 4-ാം അധ്യായത്തിലെ 41-ാമത്തെ ആയത്ത്. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഓരോ സമുദായത്തിനും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോ നബിയേ, അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന ചോദ്യത്തിന് മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് വരെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് സമാധാനത്തിലാ പ്രിയമുള്ളവരെ നമുക്ക് ഇരിക്കാനുള്ളത്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന സഹാബി ഇല്ലയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ സാഹിബ് എന്ന് ഖുർആൻ പറഞ്ഞ സഹാബിയാണെങ്കിൽ മൺകട്ട കയ്യിലെടുത്തിട്ട് പറയാ, യാ ലൈതനി കുന്തു ഹാദിഹി തിബ്നാ, ഇതുപോലൊരു മൺകട്ട ഞാൻ ആയിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ വിചാരണ എനിക്ക് നേരിടേണ്ടി വരില്ലല്ലോ എന്ന് പേടിച്ചു പോയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ പ്രിയമുള്ളവരെ, അവിടുന്ന് ഫൈറൂസ് അബൂലുലുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറിലേക്ക് കുത്തിയിട്ടുണ്ടെങ്കിലോ ഓർക്കുന്നുണ്ടോ? മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, സ്വർഗത്തിൽ അതിമനോഹരമായ അരുവിയുടെ ഓരത്ത് സുന്ദരമായ വെള്ളക്കൊട്ടാരം കാണിക്കപ്പെട്ടു. അതാരുടേതെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, അതെന്റെ ഉമറിനുള്ള കൊട്ടാരമാ. എന്റെ ഉമറിനത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവിടെ കയറിയിട്ടില്ല എന്ന് പറയുമ്പോ 1-ാമത്തെ സഫിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. കൈകളുയർത്തി ചോദിക്കുന്നുണ്ട്, ആറു അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ നബിയേ? സ്വർഗമുറപ്പുള്ള ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് സൂറത്ത് യൂസുഫ് ഓതി ഇമാമ നിൽക്കുമ്പോ 2-ാമത്തെ റക്അത്തിലൂടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഫൈറൂസ് അബൂലുലുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന് ഇരുതല മൂർച്ചയുള്ള കടാര 7 തവണ വയറ്റിലൂടെ പ്രഹരിക്കുമ്പോ 14 മുറിവോടെ ഉമർ റളിയല്ലാഹു അൻഹു താഴെ വീഴുമ്പോ വെള്ളം കൊടുത്താലും പാല് കൊടുത്താലും മുന്തിരി നീര് കൊടുത്താലും കുടലിലൂടെ പുറത്തേക്ക് പോകുമ്പോ പ്രിയമുള്ളവരെ, സുബഹി നമസ്കാരം അപ്പോഴും ഒഴിവാക്കിയിട്ടില്ല. ചാരിയിരുന്നു കൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടെങ്കിലോ തിരിഞ്ഞിരുന്ന സ്വഹാബത്തിനോട് ചോദിച്ചില്ല, സ്വഹാബാ എങ്ങനെയാ നിങ്ങളുടെ നിസ്കാരത്തെ പൂർത്തീകരിച്ചത്? എങ്ങനെയാ? ഞങ്ങളിൽ ഒരാള് കയറി നിന്നതാണെന്ന് പറയുമ്പോ ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ,
നിസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കാൻ സഹാബത്ത് വന്നില്ലയോ? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ കടന്നു വന്നിട്ടുണ്ടെങ്കിലോ അബ്ശിർ ബിബുശ്റാ ബിസുഹബത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹവാസം കൊണ്ട് സന്തോഷിക്കാമല്ലോ താങ്കൾക്ക്. ആദ്യകാലഘട്ടങ്ങളിലെ ദീനിനെ സഹായിച്ച ആളാണ് താങ്കൾ. താങ്കളുടെ ഭരണത്തിനെ സംബന്ധിച്ച് രണ്ടാളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പോലും താങ്കളെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഇബ്നു അബ്ബാസ് ഇതുപോലെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ ഉമറിന് വേണ്ടി സാക്ഷി പറയുമോ? ഇബ്നു അബ്ബാസ് ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു എന്നുള്ളതാണ്. വിട പറയുന്നതിന്റെ നിമിഷങ്ങൾ മുമ്പ് പറയാ, അല്ലാഹുവേ ഈ കിടത്തം കണ്ടിട്ട് ഉമറിനോട് കാരുണ്യം തോന്നിയാലോ, സക്കറാത്തിന്റെ വേദനയിൽ അല്ലാഹ് ഇളവ് തന്നാലോ, പരലോകത്ത് റബ്ബെനിക്ക് റഹ്മത്ത് തന്നാലോ എന്ന് പറഞ്ഞതാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗമില്ലേ, കൊട്ടാരമില്ലേ, ഉറപ്പുണ്ട്. എടക്കനാടിന്റെ നിവാസികള് എന്ത് ധൈര്യത്തിലാണ് ഹിസാബിനെ നേരിടാൻ വേണ്ടി കടന്നു പോകുന്നതെങ്കിലോ പ്രിയമുള്ളവരെ, അല്ലാഹു തആല നേർക്കുനേരെ വിചാരണ ചെയ്യില്ല, ഗ്രന്ഥരൂപത്തിലൂടെ ബോധ്യപ്പെടുത്തൂല, മലായിക്കത്തുകളെ സാക്ഷികളായി കൊണ്ടുവരൂല, നബിമാരെ സാക്ഷികളായി കൊണ്ടുവരൂല. ഏതൊരു തെറ്റിനും കൂടെ കൊണ്ട് നടന്ന ഈ ശരീരമില്ലയോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ വായകൾ സീല് വെക്കുന്ന, കൈകൾ സംസാരിക്കുന്ന, കാലുകൾ സാക്ഷി പറയുന്ന സൂറത്ത് ഫുസ്സിലത്തിലൂടെ അല്ലാഹു ഒന്നുകൂടെ പറഞ്ഞില്ലയോ? അന്ന് റബ്ബിനോട് സാക്ഷി പറയുന്നതാരാ? സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും. അവരുടെ കേൾവികളാണ്, കാഴ്ചകളാണ്, തൊലികളാണ്. ആരാരും അറിയാതെ കണ്ടുപോയ ഹറാമുകളോട് കണ്ണ് പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടാണ് കണ്ടുപോയത് റബ്ബേ. നിശയുടെ നിശബ്ദതകളിലൂടെ കണ്ടുപോയ ഹറാമുകളാണ്. വിരലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകളാണ് കാതുകളിലൂടെ തിരികെ വെച്ചതെങ്കിലോ ആരാരും അറിയാതെ കേട്ടുപോയ ഹറാമുകളോട് കാത് പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടാണ് കേട്ടുപോയത് റബ്ബേ. തൊലികള് പറയുന്നുണ്ട്, എന്നെ കൊണ്ടാണ് തൊട്ടുപോയതല്ലോ. അവസാനം ഇവനെ നരകത്തിൽ എറിയുമ്പോ ഇവന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നമുക്കതൊരു സാക്ഷി പറഞ്ഞത്? ഖാലൂ അൻതഖനല്ലാഹ് അൻതഖ കുല്ല ശൈ. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് എന്നെയും സംസാരിപ്പിച്ചതാണ്. പരലോകത്തെ ജീവിതം വെക്കണ്ടേ പ്രിയമുള്ളവരെ? ശിർക്ക് ചെയ്തവരൊക്കെ അല്ലാഹു നരകത്തിലേക്ക് എറിയും. എല്ലാവരെയും അല്ലാഹു നരകത്തിലേക്ക് എറിയും. വേദക്കാരും, ഞങ്ങളുടെ തൗഹീദുള്ളവരാ പറഞ്ഞ വേദക്കാരും മുസ്ലിങ്ങളായ കുറച്ചാളുകളും ബാക്കിയാവും. ഉസൈർ നബി ആരാധിച്ചവരെ അല്ലാഹു വീണ്ടും നരകത്തിൽ എറിയും. ഈസാ നബിയെ ആരാധിച്ചവരെ അവരെയും നരകത്തിലേക്ക് എറിയും. പിന്നെ മുനാഫിഖീങ്ങളെ അവരെയും നരകത്തിലേക്ക് എറിയും. ഉടുനാരിരകളെക്കാൾ ലോലമായ വാളിനേക്കാളും മൂർച്ചയുള്ള മസില്ല, വല്ലാതെ വഴുതിപ്പോകുന്ന ഇരുഭാഗത്ത് കൊളുത്തുകളാൽ വലിച്ച് നരകത്തിലേക്കിടുന്ന കലാബീബ്, വല്ലാത്ത മൂർച്ചേറിയ കൊളുത്തുകൾ, നജ്ദിന്റെ താഴ്വരകളിലൂടെ കാണുന്ന കൂർത്ത മുള്ളുകളും അഗ്രഭാഗം പടഞ്ഞ മുള്ളുകളും, ആലന്റെ കൊല്ലന്റെ ആലയിലെ പഴുപ്പിച്ച ഇരുമ്പെടുക്കുന്ന ചവണകളെ പോലെയുള്ള ആയുധങ്ങളുമായി സിറാത്ത് പാലത്തിൽ നിന്ന് വലിച്ച് നരകത്തിലേക്കിടുമ്പോ അത് കടന്നിട്ടാണ് സ്വർഗ്ഗമെങ്കിലേ അതിലൂടെ കടക്കാൻ വിധിക്കപ്പെട്ടവർ തൗഹീദുള്ള മുസ്ലിങ്ങളാണ്. അവരിൽ ഫാജറുകൾ ഉണ്ടാവാം, നന്മ ചെയ്തവരുണ്ടാവാം, തിന്മ ചെയ്തവരുണ്ടാവാം. പക്ഷെ നിങ്ങൾക്കറിയോ അതിലെ മുനാഫിക്കുകൾക്ക് കയറാൻ പറ്റൂല. സ്വർഗത്തിലേക്ക് പോണോ? സിറാത്ത് പാലത്തിലൂടെ. ഒരു നബിയും ഒരു പുണ്യപുരുഷനും ഏതൊരു സ്വർഗത്തിന്റെ അവകാശിയും നരകം കണ്ടിട്ടില്ലാതെ ഇല്ല. കടക്കണ്ടേ? മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, നരക ആ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിൽ കാല് വെച്ചാലാണ് എപ്പോഴാണ് ആശ്വാസം എന്ന് ചോദിച്ചപ്പോ
ഇപ്പോഴേ എനിക്ക് ആശ്വാസമുള്ളൂ എന്ന് പറഞ്ഞ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ പാലത്തിലൂടെ കടന്നു പോകാൻ. നിങ്ങൾ നോക്കൂ, ഓരോ കൊളുത്തുകൾ ശരീരത്തിലൂടെ മുറിവേൽപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നവരുണ്ട്, ഇരുന്ന് നരങ്ങുന്നവരുണ്ട്, വയറുകൊണ്ട് ഇഴയുന്നവരുണ്ട്. അള്ളാന്റെ ഹബീബ് അള്ളഹാനോട് പറയും, റബ്ബി സല്ലിം, രക്ഷപ്പെടുത്തല്ല, രക്ഷപ്പെടുത്തല്ല എന്ന്. ഇതിനൊന്നും കഴിയാതെ അതിലേക്ക് വീഴുന്ന ആളുകള് പ്രിയമുള്ളവരെ, സഞ്ചരിക്കാൻ വേണ്ടത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, സിറാത്ത് പാലം കൊടുക്കണോ? സിറാത്തുൽ മുസ്തഖീമിൽ എത്ര നമ്മൾ നന്നായി മുഴുകുന്നുവോ ആ വേഗതയാണ് സിറാത്ത് പാലത്തിനെന്നാണ്. ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഒന്നുകൂടെ ആലോചിക്കണേ. സിറാത്ത് പാലത്തിന് മുമ്പേ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മുസ്ലിങ്ങളിൽ ചില ആളുകളെ പറഞ്ഞു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചവർ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തവർ, ലോകമാന്യതയ്ക്ക് വേണ്ടി ധീരനാന്ന് കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തവർ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി സ്വതക്ക കൊടുത്തവർ, അവരൊന്നും സിറാത്ത് പാലത്തിലേക്ക്, കാരണം ചെറിയ ശിർക്കാണ്, വിഷയത്തിന്റെ ഗൗരവാലോചിച്ചു, ചെറിയ ശിർക്കിനും വലിയ ശിർക്കിനും സിറാത്തിന്റെ മേലേക്ക് പ്രവേശനമില്ലെന്ന് അവരതിനു മുമ്പേ കൊഴിഞ്ഞു. ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ചു നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കടക്കണ്ടേ? നമുക്ക് അമല് വേണ്ടേ? സ്വാലിഹാത്ത് വേണ്ടേ? അള്ളഹാനോട് ഉദറ് പറയാൻ പറ്റുമോ? ഒരു പള്ളി വന്നു, ഇതിനെ വെറുതെയാക്കരുത്. പുണ്യം നേടാൻ ഒരുപാട് അവസരങ്ങളാണ്. സുബഹി ജമാഅത്തിന് ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ല, ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച കൂലിയാണ്. ഇശാ ജമാഅത്തിന് ഫകഅന്നമാ ഖാമ നിസ്ഫുൽ ലൈലി കുല്ല, രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ച കൂലിയാണ്. ആ സുബഹി കഴിഞ്ഞ് ഒരൽപ്പനേരം അള്ളാന്റെ പള്ളിയിൽ ഇരുന്ന് ഇഷ്റാഖ് കഴിയണവരെ, ആ ഇഷ്റാഖിന്റെ സമയത്ത് 2 റക്അത്ത് കൂടെ നിസ്കരിച്ചാൽ ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലാണ്. വീട്ടിൽ നിന്ന് ഈ പള്ളിക്ക് നിങ്ങൾ വരുമ്പോ ഓരോ കാലടി വെക്കുമ്പോ ദറജ ഉയരുകയാണ്, തിന്മ മായ്ക്കപ്പെടുകയാണ്. അള്ളാന്റെ മലക്കുകൾ വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് പള്ളിക്ക് വരുമ്പോ ഒരു പ്രാർത്ഥന തുടങ്ങുന്നുണ്ട്. പ്രാർത്ഥന എന്താണെന്നറിയോ? അല്ലാഹുവേ, ആ മനുഷ്യന് നീ പുറത്തു കൊടുക്കല്ല. അല്ലാഹുമ്മ അഗ്ഫിർല വർഹം, ആ മനുഷ്യനോട് നീ കരുണ ചെയ്യല്ല. വതുബ് അലൈ, ആ മനുഷ്യന്റെ പശ്ചാത്താപത്തെ സ്വീകരിക്കല്ല. ആ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയമത്രയും, അതല്ല അവന്റെ വുദൂ മുറിയുന്ന സമയമത്രയും അള്ളാന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മഹത്തായ നേട്ടങ്ങൾക്ക് അള്ളാഹു അവസരം തന്നത് മാക്സിമം വാരിക്കൂട്ടി സ്വർഗത്ത് പോവാനാണ്. നരകത്തിലേക്ക് പോകണ ഈ തൊലി ഇങ്ങനെ 42 മുഴമായി കത്തിക്കപ്പെടുന്ന നരകത്തിലെ പഴുപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലെ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിനെ കൊണ്ടുവന്ന് സ്വർഗത്തിന്റെ നരകത്തിന്റെ മധ്യത്തിൽ അല്ലാഹു അറുത്തു കളയുമെന്ന യാഥാർത്ഥ്യം. പിന്നീട് മരണമില്ല. സുമ്മലായ മൂത്തു ഫീഹാ വലാ യഹ്യ, പിന്നീട് ഇങ്ങനെ ജീവിതമില്ല, മരണമില്ല, അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 42 മുഴമുള്ള ശരീരത്തിന്റെ തൊലികൾ ഉരുകി ഒലിക്കുമ്പോ കുല്ലമാ നളജത ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദാ, തൊലികൾ ഇങ്ങനെ പഴുത്ത് പാകമാകുമോ, വല്ലാതെ പ്രയാസമാകുമ്പോ നരകത്തിന്റെ പാറാപകാരനായ മാലിക്കിനോട് വിളിച്ചു പറയുന്നുണ്ട്, വയാ മാലിക്, അല്ലയോ മാലിക് എന്ന് പറയുന്ന മലക്കേ, ഞങ്ങളുടെ റൂഹിനെ ഒന്ന് പിടിക്കാൻ അള്ളാനോടൊന്ന് പറയാമോ? നിങ്ങൾക്കിനി മരണമില്ല എന്ന് വിധിക്കപ്പെടുന്ന വല്ലാത്തൊരു നാളിൽ ശാശ്വതമായി അനുഭവിക്കപ്പെടേണ്ടി വരുന്ന ലോകത്തിന്റെ സാഹചര്യം എന്താണെന്ന് ഒന്നൊരു തരിയെങ്കിലും മനസ്സിലാക്കാൻ ഈ സംസാരത്തിന് ഞാനിവിടെ സമാപനം കുറിക്കുമ്പോ ഓൺലൈനിലൂടെ കേട്ടവരോട്, സദസ്സിലൂടെ കേട്ടവരോട് ജീവിതത്തിൽ പകർത്തിയെടുക്കണേ. ലക്ഷ്യം മരണാനന്തര ജീവിതമാണെന്ന ഓർമ്മപ്പെടുത്തലോട് കൂടെ എന്തൊന്ന് നേടിയെടുക്കാനുണ്ടോ അത് മുഴുവനും നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാക്കി ഈ ദുനിയാവിനെ മാറ്റുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവേ, ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസികളുണ്ടല്ലാ, സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين.
اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفاه وفي غزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.